അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണോ? നിവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് മനസ്സ് വല്ലാതെ കൈവിട്ടുപോയി. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ നീ ആഗ്രഹിച്ചുവെങ്കിൽ അത്രമേൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിനിയും നിവിന് മനസ്സിലായില്ലെങ്കിൽ അതെൻ്റെ പരാജയം മാത്രമാണ്. നിന്റെ സ്നേഹത്തിൽ സംശയമുണ്ടായിട്ടല്ല. പക്ഷേ പക്ഷേ എന്ന വാക്കൊരു കളവാണ് നിവിൻ. അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു വാക്കിൽ തീർന്നു പോകും. എങ്കിലും എനിക്ക് വേണ്ടി മരിക്കാൻ പോലും നീ തീരുമാനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനവിടെ വല്ലാണ്ട് ചെറുതായ പോലെ. ഇത്ര കാലം നീ എന്നെ മനസ്സിൽ വെച്ച് നടക്കുകയാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. ഇത് ഇത്രയ്ക്ക് സീരിയസ് ആയി എൻ്റെ മനസ്സിൽ വേരിറങ്ങുമെന്ന് ഞാനും ആദ്യമൊന്നും വിചാരിച്ചിരുന്നില്ല. അന്നൊരു 10 വയസ്സുകാരിയുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളിൽ ഒന്നായി മാത്രമേ ഇത് കരുതിയിരുന്നുള്ളൂ. അത് ഞാൻ പോലും അറിയാതെ വളർന്നു. ഞാൻ ആഗ്രഹിച്ചാൽ പോലും നിവിനിൽ നിന്നും ഒരു മോചനമില്ലാത്ത ഇഷ്ടമായി അത് മാറി. നിവിൻ പിന്നീട് ഒരിക്കലും എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട്. കുറേ കാലം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുമുണ്ട്. ഒരുപക്ഷേ അത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും മറ്റൊരു പെൺകുട്ടിയും എൻ്റെ മനസ്സിൽ ഇത്ര കാലം ഇടം നേടാതെ പോയത്. ചിലപ്പോഴൊക്കെ ആലോചിക്കും, നീ എവിടെയായിരിക്കും, എന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് ഞാനാണ് മാധു എന്നറിഞ്ഞിട്ടും നിവിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ നീ എന്നെ ആൾ മാറി പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഒരു നിമിഷം എന്നോട് സംസാരിക്കുന്ന ആ പെൺകുട്ടി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാണണമെന്ന്. പക്ഷേ ആ നിമിഷം ഞാൻ അവൾക്ക് മാത്രം മനസ്സ് കൊടുത്തൊരു പുരുഷനായിരുന്നു. അതുകൊണ്ട് ഇനി ഒരു പെണ്ണിനെയും ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ മനസ്സിന്. ഞാൻ ആഗ്രഹിച്ചാൽ പോലും ആ നിമിഷം എൻ്റെ മനസ്സിന് നിന്നെ ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ നീ തന്നെയാണ് അവളെന്നറിഞ്ഞ നിമിഷം ഞാൻ ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് അനുഭവിച്ചൊരു നിമിഷമായിരുന്നു. അതൊക്കെ പോട്ടെ, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ? നിനക്കെന്നോട് നേരിട്ട് വന്ന് പറയായിരുന്നില്ലേ നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന്? ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പിന്നീട് ഓർത്തു, ഒരു ദിവസം നേരിട്ട് വന്ന് പറയുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ? ഒരുപക്ഷെ നിവിൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ നന്നായി അറിയാവുന്ന ഒരാൾ കൂടെയുണ്ട്, അനുവേട്ടൻ. ആളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിക്കാലം മുതലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആളിനോടാണ് പറയാറ്. നിവിൻ തിരുവനന്തപുരത്ത് ഉണ്ടോ എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനുവേട്ടനോട് പറഞ്ഞു, തിരക്കി. എനിക്ക് ആകെ അറിയാവുന്ന നിവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് മാത്രമായിരുന്നു. പിന്നെന്ന് കല്യാണത്തിന് കണ്ടപ്പോൾ നിവിൻ്റെ പപ്പ പറഞ്ഞിരുന്നു തഹസിൽദാറാണെന്ന്. ആ ഒരു അറിവ് വെച്ച് അനുവേട്ടൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത് നിവിൻ അനൂപേട്ടൻ്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി. അന്ന് ഓഫീസിൽ കൊണ്ടുപോയി ബുക്ക് വെച്ചതും പായസം വെച്ചതും ഒക്കെ അനുവേട്ടനായിരുന്നു. അന്ന് എൻ്റെ പിറന്നാളിനുള്ള കേക്ക് വാങ്ങാൻ വന്നതും അനുവേട്ടനായിരുന്നു. പിന്നെ നിവിൻ ഡെയിലി പോകുന്ന ഷട്ടിൽ ബാറ്റ് കളി അറിഞ്ഞതും ബൈക്കിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റ് വെച്ചതും ഒക്കെ അനുവേട്ടൻ വഴിയായിരുന്നു. അനൂപിനെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴേ ഞാനതൊക്കെ ഊഹിച്ചു. അതൊക്കെ പോട്ടെ, നീ എന്നാണ് ഡിസ്ചാർജ് ആകുന്നത്? നാളെ കാണുമെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഞാനും നാളെ ഹോസ്പിറ്റലിലേക്ക് വരാം. അയ്യോ വേണ്ട നിവിൻ, ലക്ഷ്മി ആൻറ്റിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ? എനിക്ക് നിന്നെ കാണാതെ ഭ്രാന്ത് പിടിക്കുകയാണ്. ഇപ്പോഴും കാണാൻ തോന്നുന്നു. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് 2 ദിവസത്തെ റെസ്റ്റ്. അത് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോയില്ലേ, അപ്പോൾ കാണാമല്ലോ. 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ 2 യുഗം പോലെ തോന്നുന്നു. 2 ദിവസം 2 സെക്കൻഡ് പോലെ പോവും. മറ്റൊരു കാര്യത്തിൽ നീ എനിക്ക് ഉറപ്പ് തരണം. എന്താണ്? ഇനി ഒരിക്കലും ഇങ്ങനൊരു അബദ്ധം കാണിക്കരുത്. എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയല്ല നീ എന്നെ സ്നേഹിച്ചത്, എന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിക്കില്ല. മതി. പിറ്റേന്ന് നിവിൻ ഓഫീസിൽ വന്നപ്പോൾ അനൂപിന് അവനെ ഫേസ് ചെയ്യാൻ മടി തോന്നി. പല്ലവി അവനെ വിളിച്ച് നിവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെന്ന് അറിയിച്ചിരുന്നു. രാവിലെ മുതൽ നിവിനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു അനൂപ്. അതുകണ്ട് നിവിന് ചിരി വന്നു. അവസാനം ലഞ്ച് ബ്രേക്ക് ടൈമിൽ നിവിൻ അനൂപിനെ കാണാനായി ചെന്നു. എന്താ അനൂപേ, കള്ളം പിടിച്ച കുട്ടിയെ പോലെ രാവിലെ മുതൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? സോറി നിവിൻ, ഞാൻ അവൾക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ.
അനൂപ് ഇതിനൊക്കെ കൂട്ടുന്നത്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടുപേരും കൂടെ എന്നെക്കുറിച്ച് വട്ട് കളിപ്പിച്ചു. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. എന്തായാലും എനിക്ക് അനൂപിനോടൊരു പിണക്കവുമില്ല. ഒന്നുമല്ലെങ്കിലും എൻ്റെ ഭാവി അളിയനാകാൻ പോകേണ്ട ആളല്ലേ. അത് കേട്ട് അനൂപും ചിരിച്ചു. 2 ദിവസത്തെ റെസ്റ്റും ഹോസ്പിറ്റൽ വാസവും എല്ലാം കഴിഞ്ഞ് പല്ലവി ഇന്നാണ് തിരികെ കോളേജിലേക്ക് പോകാനായി തുടങ്ങുന്നത്. ഇന്ന് വൈകുന്നേരം നിവിൻ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും നിവിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നതായി തോന്നാറുണ്ട്. നിവിനെ കാണേണ്ടതുകൊണ്ട് തന്നെ അവൾ ഭംഗിയായി ഒരുങ്ങി. വൈകുന്നേരം നിധിയോട് കുറേ കള്ളങ്ങൾ പറഞ്ഞാണ് ഒരു പീരീഡ് നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. കോളേജ് ഗേറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന നിവിനെ. നിവിനും അവളെ കണ്ടു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവളെ കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ ഷർട്ടിന് ചേരുന്ന ലൈറ്റ് റോസ് കളർ ബോട്ടനെ കുർത്തയും വൈറ്റ് ജെഗിനും സ്റ്റോളുമായിരുന്നു അവളുടെ വേഷം. കയ്യിലൊരു ബാക്ക് പാക്ക് ബാഗും. ഇതെന്താ എൻ്റെ ഷർട്ടിന് മാച്ചായി നീ ഇട്ടതാണോ ഇത്? അവളെ കണ്ടപാടെ നിവിൻ ചോദിച്ചു. അതാണ് മനപ്പൊരുത്തം. എൻ്റെ മനസ്സറിഞ്ഞ് നിവിൻ ഇതാണ് ഇടുന്നതെന്ന്. പെട്ടെന്ന് വലിയൊരു കാറ്റ് വീശി. കാറ്റിൽ പാറി ഒഴുകിയ അവളുടെ നീളൻ തലമുടിയിഴകൾ അവൻ്റെ മുഖത്തെ ചുംബിച്ചു. പെട്ടെന്ന് അവൾ ഈറ്റ് കണ്ണുകളും അടച്ചു. എൻ്റെ കണ്ണിലെന്തോ പോയി നിവിൻ. അവൾ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണിങ്ങനെ തിരുമാതെ. അവൻ അവളുടെ കൈ പിടിച്ചു വിലക്കി. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തപ്പോൾ നിവിൻ വല്ലാതെയായി. അവൻ്റെ ഹൃദയതാളം അവന് തന്നെ കേൾക്കാമെന്ന സ്ഥിതിയിലായി. ആദ്യമായാണ് ഒരു പെൺകുട്ടി ഇത്ര ചേർന്ന് തന്നോട് നിൽക്കുന്നത്. അവൻ ഉമിനീര് വറ്റി. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു നിവിൻ. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടേയിരുന്നു. നിൽക്ക്, ഞാൻ നോക്കാം. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. അവൻ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. ഒരു 10 വയസ്സുകാരിയുടെ നിഷ്കളങ്ക മുഖം അവൻ്റെ മുൻപിൽ തെളിഞ്ഞു. നീ കണ്ണു തുറക്കു മാധു. പറ്റുന്നില്ല നിവിൻ, വല്ലാതെ വേദനിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ, നീയൊന്ന് കണ്ണു തുറക്കാൻ ശ്രമിച്ചു നോക്കൂ. അവൻ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തെ പോയോ? പോയെന്ന് തോന്നുന്നു. എങ്കി വാ, കയറ്. അവൾ അവനോടൊപ്പം ബൈക്കിൽ പുറകിൽ കയറി. ഇതെല്ലാം കണ്ട് കോളേജ് ഗേറ്റിനപ്പുറത്ത് നിധ നിൽപ്പുണ്ടായിരുന്നു. അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ കടൽ നോക്കി രണ്ടുപേരും കുറേ നേരം കൈകൾ കോർത്തിരുന്നു. നിവിൻ്റെ ചുമലിൽ തല ചായ്ച്ചാണ് പല്ലവി ഇരുന്നത്. അവൻ മറുകൈയിൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. കുറേ നേരമായിട്ടും ഒന്നും സംസാരിക്കാതെ കടലിലേക്ക് നോക്കിയിരിക്കുന്ന പല്ലവിയെ നോക്കി നിവിൻ ചോദിച്ചു. എന്താടി, ഇല്ലാത്തപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നിനക്ക് 100 നാവാണല്ലോ. ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്നോട്? ഞാൻ ഈ കടലിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. എനിക്ക് നിവിനോടുള്ള സ്നേഹവും ഈ കടൽ പോലെ അറ്റമില്ലാതെ പൊന്തിയും താഴ്ന്നും ഒഴുകിയും അങ്ങനെ കടന്നു പോവുകയല്ലേ. നീ പെയ്തതുപോലെ മറ്റൊരു മഴയും എന്നിൽ പെയ്തു തോർന്നിട്ടില്ല നിവിൻ. മാധവിക്കുട്ടി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഋതുക്കൾ മാറുന്നതും ഇലകൾ പൊഴിയുന്നതും മൂടൽമഞ്ഞുയരുന്നതും ഞാനെങ്ങനെ കാണാനാണ്? എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു, മരണമില്ലാത്ത പ്രണയവും. ഒരിക്കലും എന്നിൽ നിന്നും അടർന്നു പോകാതെ നീ എന്നിൽ തന്നെ ഉണ്ടാകണം. ഇത്ര കാലവും ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ച സ്നേഹം മുഴുവൻ എനിക്ക് നീ നൽകണം. സ്നേഹം കൊണ്ട് നിന്നെ തോൽപ്പിക്കണം. നിന്റെ മുൻപിൽ തോറ്റു തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച ശേഷം ആ കൈകൾ ചുണ്ടോട് ചേർത്ത് അമർത്തി ചുംബിച്ചു. നിവിൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം നിനക്ക് തീരുമാനിക്കാം എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമോ അതോ മാറ്റി നിർത്തണമോ എന്ന്. നീ പറയാൻ പോകുന്ന ഒരു കാര്യവും എൻ്റെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു കാരണമാകില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നിവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല. എങ്കിലും ഇത് നീ അറിയണം നിവിൻ. കാരണം നാളെ എങ്ങനെയെങ്കിലും നീ അറിഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്നെ വെറുത്തുപോയാൽ, അങ്ങനെ ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ച ശേഷം ആ കൈകൾ ചുണ്ടോട് ചേർത്ത് അമർത്തി ചുംബിച്ചു. നിവിൻ, ഞാൻ പറഞ്ഞു തന്നെ നീ അറിയണം. പറഞ്ഞോളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണുകളിൽ കണ്ണുനീര് ചാലുകൾ ഒഴുകിയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി.
തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാട്ടോ വോയിസ് ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷവും സ്നേഹവും കേട്ടോ.